ഏപ്രിൽ 1 മുതൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആരംഭിച്ച അനിശ്ചിതകാല സമരം 2ാം ദിവസം പിന്നിട്ടു. സമരം സർക്കാർ ഓഫീസുകളെ നിശ്ചലമാക്കി. സമരത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പുനലൂരിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. DFO ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന ധർണ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഒരു സംശയം വേണ്ട, ഇപ്പൊ KM മാണി കൂട്ടിത്താക്കോല് സൂക്ഷിക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് അയാളുടെ പേരിൽ 10% വിടണം. അപ്പൊ ആ ആളിന് നഷ്ടമാണ്, സർക്കാരിന് നഷ്ടമാണ്. പിന്നെ ഇത് ആർക്കാണ്? ഈ പൈസ എടുത്ത് ഇന്ത്യയിലെ അനിൽ അംബാനിയുടെ റിലയൻസിന്, അതേപോലെയുള്ള ബഹിരാഷ്ട്ര അതേപോലെ മൾട്ടിനാഷണൽ കുത്തകളായിട്ടുള്ള 5 കമ്പനിക്കാർക്ക് ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കാൻ കൊടുക്കണം. സഹാക്കളെ, അതാണ് യഥാർത്ഥത്തിലെ പ്രശ്നം. FSCTU ജില്ലാ സെക്രട്ടറി V ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പിറവന്തൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. സമരസഹായ സമിതി കൺവീനർ ജോബോയ് പെരേര, വിവിധ യൂണിയൻ നേതാക്കളായ M സലിംകുട്ടി, V അനിൽകുമാർ, R സുഗതൻ, PK അശോകൻ, രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.